ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ നോക്കുന്നത് 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്ന +1 +2 മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. 7 മാർക്ക് വെയിറ്റേജ് ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയ പോലെ തുടങ്ങാം. അപ്പോൾ ഒരു ടു ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യാം. ഒരു ടു ഡയമെൻഷണൽ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സ്പേസിൽ നമ്മളൊരു പോയിന്റ് വിചാരിച്ച ഒരു പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2 കോർഡിനേറ്റ്സിൽ ആക്സിസ് വെച്ചിട്ടായിരിക്കും. എക്സ് വൈ എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ 3 ആക്സിസ് ഉണ്ടാവും. ഒരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് 3 കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ കൊറിയയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയുമ്പോൾ സംഭവം ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാ നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്തു. ഈ 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മളൊരു പോയിന്റ് പ്ലോട്ട് ചെയ്ത് വിചാരിക്കുക. ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്താൽ ആ പോയിന്റിനെ നമ്മൾ എ ബി സി എന്ന് വിളിച്ചു വിചാരിച്ചോ. ആ പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. ആ പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈനിന് നമ്മൾ ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു വെക്ടർ ഇതൊരു എക്സ് ആക്സിസ് ആയിരിക്കും, ഇത് വൈ ആക്സിസ് ആയിരിക്കും, ഇത് സെഡ് ആക്സിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വെക്ടർ നമ്മളുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആൽഫ എന്നും വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്നും അതേപോലെ തന്നെ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ഗാമ എന്നും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ഷൻ കൊസൈൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. LMN എന്ന് പറയുന്ന ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വെക്ടർ തന്നു, ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടർ എക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും വൈ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയും അതേപോലെ തന്നെ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ് ആൽഫ അതുപോലെ തന്നെ കോസ് ബീറ്റ n is equal to ഗാമ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾസ് ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൽഫയും ബീറ്റയും ഗാമ ഒക്കെ ഉപയോഗിച്ചിട്ട് കോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്തെല്ലാം ഒരു ആംഗിൾ തന്നിട്ടില്ല. പകരം നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ആണ് തന്നത് വിചാരിക്കുക, ഡയറക്ഷൻ റേഷ്യോസ് ആണ് തന്നത് വിചാരിക്കുക. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്തിരുന്നു. ആ വെക്ടറിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു? ബി സി എന്ന് പറയുന്ന വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറഞ്ഞ നമ്മൾ ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നു. അതിന്റെ സ്കെയിലർ കമ്പോണൻസ്, അതായത് എ ബി സി എന്ന് പറയുന്ന അതിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്ന സാധനം. ഈ ഡയറക്ഷൻ റേഷ്യോസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? L is equal to A by root of A square plus B square. M equal to B by root of A square plus B square C square. അതേപോലെ തന്നെ N is equal to root of A square plus B square plus C square നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് LMN എന്ന് പറയുന്ന ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ LMN കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾസ് ആണ് തരുന്നത്. ആംഗിൾസ് എന്ന് പറയുമ്പോൾ
ഒരു വെക്ടർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന അതേപോലെ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് ഗാമയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതല്ലാതെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വെക്ടർ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് ആയിട്ടുള്ള എക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഒരു ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. First the question, okay. If a line makes an angle 90 degree, 60 degree, 30 degree with the positive direction of x, y, z axis, find the direction cosines എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്? ഒരു ആംഗിൾ, ഒരു ലൈന് അതിന്റെ എക്സ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആംഗിൾസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? L is equal to L is equal to cos alpha എന്നും അതേപോലെ M is equal to cos beta എന്നും N is equal to cos gamma എന്നും ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ആൽഫയും ബീറ്റയും ഗാമയൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ആൽഫയും ബീറ്റയും ഗാമയൊക്കെ ഇവിടെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് ആൽഫയ്ക്ക് പകരം cos 16 എന്നും കോസ് ബീറ്റയ്ക്ക് പകരം cos കോസ് ആൽഫക്ക് പകരം കോസ് 90 എന്നും കോസ് ബീറ്റയ്ക്ക് പകരം കോസ് 60 0 ആണ്. അതേപോലെ തന്നെ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. അതേപോലെ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? LMM കിട്ടിയില്ലേ? LMM എന്നൊക്കെ കിട്ടിയില്ലേടാ? മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് എത്രയൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ആംഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആംഗിൾസ് എത്രയാണ്? 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി ആണ് തന്നത്. അപ്പോൾ നമ്മൾ ആംഗിൾസ് വെച്ച് കണ്ടുപിടിക്കേണ്ടത് L is equal to cos alpha, cos beta, cos gamma ഒക്കെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ cos 90 0 ആണെന്നും cos 60 1/2 ആണെന്നും cos 30 √3/2 ആണെന്നും നമുക്കറിയാം. ഡയറക്ഷൻ കോസൈൻസ് കിട്ടിയ എന്താണ്? 0, 1/2, √3/2 ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ which makes equal angles with coordinate axis. കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈക്വൽ ആംഗിൾസ് ഉണ്ടാക്കുന്ന ഒരു വെക്ടർ, ഒരു ലൈന് അതിന്റെ കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ. ഇത്രയേ ഉള്ളൂ. അതായത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഒരു ലൈൻ ഈക്വൽ ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ആൽഫയും ബീറ്റയും ഗാമ ഒക്കെ എന്തായിരിക്കും? ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ആയിരിക്കും. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞു കോസ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പറയാം? കോസ് ആൽഫ ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഗാമയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, കോസ് ഗാമയാണെന്ന് പറയാൻ പറ്റും. ഇതല്ലേടാ LMN എന്ന് പറയുന്നത്. L is equal to M is equal to എന്ന് നമുക്ക് ഇതിന്ന് പറയാൻ പറ്റും. ഇനി നമ്മള് നമ്മുടെ ഈ LMN എന്ന് പറയുന്ന ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടല്ലോ, ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ടല്ലോ, ഈ ഡയറക്ഷൻ കൊസൈൻസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ. L² പ്ലസ് M² പ്ലസ് N² എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ഈ ഡയറക്ഷൻ കൊസൈൻസിനെ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് L² പ്ലസ് N² പ്ലസ് N² എന്ന് പറയുന്നത്. അതായത് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു ആൽഫയും ബീറ്റയും ഗാമ ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽഫയുടെ സ്ഥാനത്ത് ഈ ബീറ്റയുടെയും ഗാമയുടെ ഒക്കെ സ്ഥാനത്ത് നമുക്ക് ആൽഫേനെ പുട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആൽഫേനെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അതായത് 3 കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. നമ്മൾ
എന്ത് കിട്ടും? കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1/3 ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ കോസ് അതിന്റെ സ്ക്വയർ ആൽഫയുടെ സ്ക്വയർ എടുത്ത് മാറ്റുന്നത് നമുക്ക് അപ്പുറത്ത് റൂട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്താ കോസ് ആൽഫ എന്ന് പറയുന്നത് +or-1/√3 ആണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞു കോസ് ആൽഫയും ഗാമയും ബീറ്റ ഒക്കെ എന്താണ് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലോ എമ്മോ എന്നും എന്തായിരിക്കും സെയിം ആയിരിക്കും. അതിന്റെ ആൻസർ എന്താണ് നമുക്ക് കിട്ടിയത്? +or-1/√3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. എന്താണ്? 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒരു ലൈൻ പാസ് ചെയ്യുന്നു. അതായത് ഒരു 3 ഡയമെൻഷനിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ആ പാസ് ചെയ്യുന്നതിൽ ലൈനത്തിലുള്ള 2 പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. -2, 4, -5. അതേപോലെ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കൊസൈൻസിനെ ആംഗിൾ അല്ലാതെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എയും ബിയും സി ഒക്കെ കിട്ടണം. എയും ബിയും സി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം വെക്ടർ ആ ലൈനിന്റെ വെക്ടർ ഫോം കിട്ടണം. എങ്ങനെയാണ് നമ്മൾ വെക്ടർ ഫോം കണ്ടുപിടിക്കാം? വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 പോയിന്റ്സ് തന്നിട്ട് അതിന്റെ വെക്ടർ ഫോം കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി? ഇതിനെ ഈ പോയിന്റിനെ പി എന്നും ഈ പോയിന്റിനെ ക്യൂ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1i പ്ലസ് j പ്ലസ് z2 മൈനസ് z1k എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ x1 x2 ഒക്കെ എന്താടാ? x1 x2 ഒക്കെ എന്താ? ഇവിടുത്തെ x1 y1 z1 എന്ന് പറയുന്നത് ഇയാളും x2 y2 z2 എന്ന് പറയുന്നത് ഇയാളുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി ക്യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് -2 എന്ന് പറയുമ്പോൾ 3i ആയിരിക്കും. പ്ലസ് 2 മൈനസ് 4j ആണ്. അതായത് 2 - 4j എന്ന് പറയുമ്പോൾ -2j എന്ന് കിട്ടും. അതേപോലെ തന്നെ പ്ലസ് 3 മൈനസ് -5 എന്നല്ല. 3 മൈനസ് -5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8k ആണ് കിട്ടും. 8k ആണ് കിട്ടുമല്ലോ. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്? 3i മൈനസ് 2j പ്ലസ് 8k എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ പി ക്യു എന്ന് പറയുന്ന ആ ലൈനിന്റെ വെക്ടർ ഫോം നമുക്ക് കിട്ടി. ഇനി അതിന്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ റേഷ്യോ എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ സ്കെയിലർ കമ്പോണൻസ് ആണ്. അതായത് 3 to 8 എന്ന് പറയുന്ന ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്ഷൻ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? പി ക്യു എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. പി ക്യു എന്ന് പറയുന്ന വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് ഡയറക്ഷൻ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡയറക്ഷൻ റേഷ്യോ തന്നിട്ട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? L is equal to a/√a² plus b² plus c² ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ b/√a² plus b² plus c² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m എന്നും n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് c/√a² plus b² plus c² ചെയ്താൽ മതി. ഇവിടെ നമുക്ക് a അറിയാം, b അറിയാം, c അറിയാം. പിന്നെ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ചെയ്ത് നോക്കിയോ? ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയോ എല്ലാവരും? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ? ഓക്കെ, സിമ്പിൾ അല്ലേ? L is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? L is equal to 3/√3² plus -2² plus 8² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/√77 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ m is equal to -2/√3² plus -2² plus 8². ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ ഡിനോമിനേറ്ററിലുള്ള സാധനം, ഈ ഡിനോമിനേറ്ററിലുള്ളത് മൂന്നിനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് കണ്ടുപിടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ മതി? എല്ലും എം ഒക്കെ എല്ലിലേക്കും എമ്മിലേക്കും അത് ഇട്ടുകൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആ ഒരു ടോപ്പിക് തീർന്നിട്ടാണ്. ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എല്ലും എമ്മും എന്നും ആണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലും എമ്മും എന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷനും പറഞ്ഞു. എങ്ങനെയാ?
ആംഗിൾ ആണ് തരുന്നുണ്ടെങ്കിൽ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഡയറക്ഷണൽ റേഷ്യോ ആണ് തരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്താ അടുത്ത ടോപ്പിക്ക്? ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഓക്കെ, ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ലൈൻ ഒരു 3 ഡയമെൻഷണൽ ജോമെട്രിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അതായത് ഇതുപോലെ ഒരു 3 ഡയമെൻഷണൽ ജോമെട്രി, ഒരു 3 ഡയമെൻഷണൽ ജോമെട്രിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു മിനിറ്റ്. ഓക്കെ, 3 ഡയമെൻഷണൽ ജോമെട്രി പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ഇതുപോലെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടെടുക്കുന്നത്. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഒന്നാമത്തേതാണ് എ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എന്നൊക്കെ നമ്മൾ പറയും. പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറെ നമ്മൾ പറയുന്ന പേരാണ് എ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ, പോയിന്റ് വെക്ടർ എന്നൊക്കെ വിളിക്കും. അതേപോലെ രണ്ടാമത്തെ വെക്ടർ ആണ് നമ്മുടെ പാരലൽ വെക്ടർ എന്ന് പറയും. പാരലൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിനോട് പാരലൽ ആയിട്ട് നമുക്കതിന് ആ ലൈനിന്റെ ഡയറക്ഷൻ കാണിച്ചു തരുന്ന വെക്ടർ, അതിന് നമ്മൾ പാരലൽ വെക്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ വെക്ടർ എന്നൊക്കെ വിളിക്കും. അതിനെ നമ്മൾ സാധാരണ ബി വെക്ടർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എ വെക്ടർ എന്താണെന്ന് കിട്ടി, ബി വെക്ടർ എന്താണെന്ന് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റത്തെ ടൈപ്പാണ് വെക്ടർ ഇക്വേഷൻ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ്. ഓക്കെ, വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വെക്ടർ ഇക്വേഷന്റെ ഒരു ജനറൽ ഫോർമുലയാണ് നോക്കുന്നത്. വെക്ടർ ഇക്വേഷന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വെക്ടർ ഇക്വേഷൻ ആണെങ്കിൽ R is equal to A plus lambda B എന്ന് നമുക്ക് പറ്റും. എ വെക്ടർ എന്താണ്, ബി വെക്ടർ എന്താണ് നമ്മൾ പറഞ്ഞു. എ വെക്ടർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. അതേപോലെ തന്നെ ബി വെക്ടർ എന്ന് പറയുന്നത് പാരലൽ വെക്ടർ ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്ടർ ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? R is equal to A plus lambda B ആണ്. ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിലോ അതിന്റെ ഫോം എന്ന് പറയുന്നത് x minus x1 by A equal to y minus y1 by B equal to z minus z1 by C എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു 3Dയിലൂടെ ഒരു ലൈൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 3Dയിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യാണ്. ഈ പാസ് ചെയ്യുന്ന ലൈനിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നമ്മൾ പൊസിഷൻ ആ പോയിന്റിലേക്ക് നമ്മൾ ഒരു വെക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പോയിന്റ് വെക്ടർ, പൊസിഷൻ വെക്ടർ എന്നൊക്കെ പറയും. ഇനി അതിന്റെ ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യും. ആ വെക്ടർ നമ്മൾ പൊസിഷൻ വെക്ടർ ഡയറക്ഷൻ വെക്ടർ അല്ലെങ്കിൽ പാരലൽ വെക്ടർ എന്നൊക്കെ പറയും. അതിനെയാണ് നമ്മൾ ബി വെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടറാണ് നമ്മൾ എ വെക്ടർ എന്ന് പറയുന്നത്. എ വെക്ടറും ബി വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെക്ടർ ഫോം കണ്ടുപിടിക്കാൻ പറ്റും. വെക്ടർ ഫോം എങ്ങനെയാണ് നമ്മൾ ഇതാ R is equal to A plus lambda B എന്ന് എഴുതും. അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x minus x1 by A equal to y minus y1 by B is equal to z minus z1 by C എന്ന് ചെയ്യാൻ മതി. ഇതിൽ y1 ഉം z1 ഉം ABC ഒക്കെ എന്താ? ഇത്രേ ഉള്ളൂ. നമ്മളുടെ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y1 z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എ വെക്ടറിന്റെ നമ്മുടെ എ വെക്ടർ ഉണ്ടല്ലോ, ഈ എ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ്, അതായത് എ വെക്ടർ നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് x1i plus y1j plus z1k എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയുന്നത് ആരാണ്? x1 y1 z1. ഇതേ x1 y1 z1 ആണ് നമ്മൾ എന്തിൽ കണ്ടത്? കാർട്ടീഷ്യൻ ഫോമിൽ കണ്ടത്. ഇനി ബി വെക്ടറിനെ നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത് ai പ്ലസ് bj പ്ലസ് ck എന്നുള്ള രൂപത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഫോമിന്റെ ഡിനോമിനേറ്ററിൽ കണ്ടത്. അതായത് ABCനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഫോമിന്റെ ഡിനോമിനേറ്ററിൽ കണ്ടത്. ഒന്നുകൂടെ പറയാം. ഒരു വെക്ടർ ഫോമോ ഒരു കാർട്ടീഷ്യൻ ഫോമിലും വെക്ടർ ഫോമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലൈനിന്റെ ഇക്വേഷൻസിനെ നമ്മൾ എഴുതാൻ പറ്റും. അതിലുള്ള വെക്ടർ ഫോം ആണ് നമ്മൾ പറഞ്ഞത്. വെക്ടർ ഫോം ആണെന്നുണ്ടെങ്കിൽ R is equal to A plus lambda B ആണ് അതിന്റെ ഫോം.
എന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമുക്ക് വെക്ടറോ അല്ലെങ്കിൽ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് തന്നിട്ടുണ്ടാവും. സ്കെയിലർ കമ്പോണൻസ് ആണ് തരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വെക്ടർ ആക്കി എഴുതണം. ഇനി വെക്ടർ ഫോം തന്നിട്ട് ചിലപ്പോൾ കാർട്ടീഷ്യൻ ഫോം എഴുതാൻ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വെക്ടർ ഫോമിൽ നിന്ന് അതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ മാറ്റിയെടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കാർട്ടീഷ്യൻ ഇക്വേഷൻസിലേക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ x1 y1 z1 ആണ് എന്തിൽ കിടക്കുന്നത്, കാർട്ടീഷ്യൻ ഫോമിന്റെ മുകളിൽ കിടക്കുന്നത്. അതേപോലെ തന്നെ ഈ b1 ബി വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ABC എന്ന് പറഞ്ഞിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഡിനോമിനേറ്റർ കിടക്കുന്നത്. ഓക്കെ അല്ലേ? വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, first question നോക്കണം. Find the vector and Cartesian equation of the line passing through the point 5, 2, -4 and which is parallel to 3i plus 2j and 8k. Okay, minus 8k. Okay, ഇവിടെ നോക്ക് നിങ്ങൾ, ഈ ഒരു ലൈന് കാർട്ടീഷ്യൻ ഇക്വേഷനും വെക്ടർ ഇക്വേഷനും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാരലൽ, ഈ ലൈൻ എന്താണ്, പാരലൽ ടു 3i plus 2j plus 8k എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാണുന്ന വെക്ടറിനോട്, വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആ ലൈനിന്റെ പാരലൽ വെക്ടർ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതെന്താണ്, 5, 2, -4 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വെക്ടർ ഫോം നമുക്ക് ഈസി ആയിട്ട് എഴുതാലോ. എങ്ങനെയാ, പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 5, 2, -4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോയിന്റ് വെക്ടർ നമുക്ക് എഴുതാലോ. പോയിന്റ് വെക്ടർ എങ്ങനെ എഴുതാം, പോയിന്റ് വെക്ടർ A is equal to, പോയിന്റ് വെക്ടർ A is equal to നമുക്ക് എങ്ങനെ എഴുതാം, 5i plus 2j minus 4k എന്ന് നമുക്ക് എഴുതാം. ആൻഡ് പാരലൽ വെക്ടർ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെക്ടർ ഫോം എഴുതിക്കൂടെ. വെക്ടർ ഫോം എങ്ങനെ എഴുതാം, വെക്ടർ R is equal to, വെക്ടർ R is equal to A plus B ആണ്. എന്റെ സ്ഥാനത്ത് ഇയാളെയും അതേപോലെ തന്നെ ബിന്റെ സ്ഥാനത്ത് ഇയാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്ടർ ഫോം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേ സാധനത്തിന്റെ കാർട്ടീഷ്യൻ ഫോം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഫോം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിലർ കമ്പോണൻസ് ആവശ്യം. ഇതിന്റെ ഓൾറെഡി എന്റെ സ്കെയിലർ കമ്പോണൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബി വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് അല്ലെങ്കിൽ പാരലൽ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയുന്നത് ആരാണ്, ഈ 3ഉം 2ഉം അതേപോലെ തന്നെ -8ഉം ആണ്. അപ്പോൾ ഇവിടെ x1 y1 z1 എന്ന് പറയുന്നത് ആരാണ്, ഈ 5, 2, -4 ആണ്. അതേപോലെ തന്നെ ABC എന്ന് പറയുന്നത് 3ഉം 2ഉം -8 ആണ്. അങ്ങനെയാണ് ഈ നമുക്ക് ഈസി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ വേണം അറിയാം. പി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റിൽ ഈ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് പി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് 5i plus 2j minus 4k ആണ്. അതേപോലെ തന്നെ ബി വെക്ടർ അഥവാ പാരലൽ വെക്ടർ ആണ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്, 3i plus 2j minus 8k ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെക്ടർ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിൽ ഇട്ട് കൊടുത്താൽ മതി, r is equal to a plus lambda ബിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, ആൻസർ r is equal to 5i plus 2j minus 4k plus lambda into 3i plus 2j minus 8k എന്ന് കിട്ടും. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നമുക്ക് ഇതിന്റെ ഒക്കെ സ്കെയിലർ കമ്പോണൻസ് വേണം. സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഈ x1 y1 z1 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എ വെക്ടറിന്റെ എന്താണ്, സ്കെയിലർ കമ്പോണൻസ് ആണ്. എ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ് x1 y1 z1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബി വെക്ടർ പാരലൽ വെക്ടേഴ്സിന്റെ കമ്പോണൻസിനെയാണ് നമ്മൾ ABC എന്ന് പറയുന്നത് ആയി കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസി ആയിട്ട് ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും, x minus 5/3 is equal to y minus 2/2 equal to z minus 4/-8 എന്ന് വരും. അതായത് z plus 4/-8 എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, find the equation of line in vector and Cartesian form that passes through the point with the position vector to, എന്താണ് പൊസിഷൻ വെക്ടർ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇത് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കണം, വെക്ടറും കണ്ടുപിടിക്കണം, കാർട്ടീഷ്യൻ ഫോമും കണ്ടുപിടിക്കണം. ഓക്കെ,
വെക്റ്റർ ഫോമും കണ്ടുപിടിക്കണം, കാർട്ടീഷ്യൻ ഫോമും കണ്ടുപിടിക്കണം. ഇനിയോ എന്താ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് പാസസ് ത്രൂ ദി പോയിന്റ് വിത്ത് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, എ വെക്റ്റർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് i പ്ലസ് 2j മൈനസ് കെ, അതായത് ബി വെക്റ്ററും ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ ഫോം വെക്റ്റർ ഫോം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വെക്റ്റർ ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എ പ്ലസ് ലാംഡ ബി ചെയ്താൽ മതി. എ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ബിയും ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കാർട്ടീഷ്യൻ ഫോം കണ്ടുപിടിക്കാനാണെങ്കിലോ, കാർട്ടീഷ്യൻ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് വൺ ബൈ എയും അതേപോലെ തന്നെ y മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി ആണ്. അപ്പോൾ ഇന്ന് എക്സ് വണ്ണും വൈ വണ്ണും സെഡ് വണ്ണും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ എ ബി സി ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്കറിയാം എക്സ് വണ്ണും വൈ വണ്ണും സെഡ് വണ്ണും എന്നൊക്കെ പറയുന്നത് എന്താണ്, പൊസിഷൻ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ്, അതായത് 2 മൈനസ് 1 4 എന്നൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്നത് എക്സ് വണ്ണും വൈ വണ്ണും സെഡ് വൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ ബി സി എന്ന് പറയുന്നത് എന്താണ്, എ ബി സി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടേഴ്സിന്റെ സ്കെയിലർ കമ്പോണൻസ് ആണ്. ദാറ്റ് ഈസ് 1 2 മൈനസ് 1 ആണ്, 1 2 മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. നോക്കണം, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ വെക്ടർ, നമുക്ക് പൊസിഷൻ വെക്ടർ ഡയറക്റ്റ് ആയിട്ട് പൊസിഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷൻ പൊസിഷൻ വെക്ടർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊസിഷൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാരലൽ വെക്ടർ ഡയറക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെക്ടർ ഫോം കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് എയും ബി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2i മൈനസ് ജെ പ്ലസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു i പ്ലസ് 2j മൈനസ് കെ എന്ന് ചെയ്താൽ മതി. ഇനി കാർട്ടീഷ്യൻ ഫോം കണ്ടുപിടിക്കാനോ, കാർട്ടീഷ്യൻ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് വണ്ണും വൈ വണ്ണും സെഡ് വണ്ണും ഒക്കെ വേണം. എക്സ് വൺ എന്താണ്, വൈ വൺ ഇതാണ്, എ എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറയുന്നത്. അതും അതേപോലെ തന്നെ ബിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ എ ബി സി എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടും. അത് എന്താണ്, എക്സ് മൈനസ് 2 ബൈ 1 ഈക്വൽ ടു വൈ പ്ലസ് 1 ബൈ 2 ഈക്വൽ ടു സെഡ് മൈനസ് മൈനസ് 1 കിട്ടും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓക്കെ, ആ ഒരു ടോപ്പിക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെക്ടറും കാർട്ടീഷ്യൻ ഇക്വേഷനും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു വെക്ടർ ഇക്വേഷൻ തന്നിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്കും, കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്ടർ ഇക്വേഷനിലേക്കും നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ, അത് ചെയ്യാൻ മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വെക്ടർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലുള്ള എ വെക്ടറിന്റെ വെക്ടർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഈ പറയുന്ന എ വെക്ടറിന്റെ കോമ്പോണൻസിനെ എക്സ് വൺ വൈ വൺ സെഡ് വണ്ണിലേക്കും, ബി വെക്ടറിന്റെ കോമ്പോണൻസിനെ എ ബി സി എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടും. ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻ തരാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ എക്സ് വണ്ണും വൈ വണ്ണും സെഡ് വണ്ണും ഒക്കെ എടുത്തിട്ട് എ വെക്ടർ ആക്കിയിട്ടും, അതേപോലെ തന്നെ എ ബി സി എടുത്തിട്ട് ബി വെക്ടർ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെക്ടർ ഇക്വേഷൻ കിട്ടും. അത് നമുക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കും. ഓക്കെ, ഈ ഭാഗത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്ത ഭാഗം എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കി നോക്കാം. ഓക്കെ, നമ്മളൊരു 3D സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ 3D സ്പേസിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ് ആണ് നോക്കാം. 3D സ്പേസിലൂടെ രണ്ട് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ഈ ലൈൻസ് തമ്മിലുള്ള ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ ഈസി ആണ്. ഇത്രേ ഉള്ളൂ. എന്താണ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് v1 dot v2 divided by magnitude of b into magnitude of v1 into magnitude of v2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം, കോസ് തീറ്റ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നമുക്ക് ഒരു എന്ത് തന്നിട്ടുണ്ട്, നമുക്കൊരു 3D സ്പേസിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ലൈനിന്റെ ഇക്വേഷൻ, ഫസ്റ്റത്തെ ലൈനിന്റെ ഇക്വേഷൻ r1 എന്ന് പറയുന്നത് ഈ ലൈനും r2 എന്ന് പറയുന്ന ഈ ലൈനും ആണെങ്കിൽ r1 a1 പ്ലസ് ലാംഡ b1 ഉം r2 എന്ന് പറയുന്നത് a2 പ്ലസ് ലാംഡ b2 ആണെങ്കിൽ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി,
ഈ കാണുന്ന പാരലൽ വെക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന പാരലൽ വെക്ടേഴ്സ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കോസ് തീറ്റ കണ്ടുപിടിക്കുന്നത്. പാരലൽ വെക്ടേഴ്സ് b1 ഡോട്ട് b2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b2 ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ അല്ലേ? എന്താണ് ഈ ഒരു ബി വെക്ടറിന്റെ കമ്പോണൻസിനെ എല്ലാത്തിനെയും കൂടി വെച്ചിട്ട് b1 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ b1 എന്ന് പറയുന്നത് e1 ai പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇതൊക്കെ നമ്മൾ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് വെക്ടർ ഫോം തന്നിട്ടില്ല. കാരണം വെക്ടർ ഫോം തന്നിട്ട് കണ്ടുപിടിക്കാനാണെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ പറഞ്ഞത്. ഇനി വെക്ടർ ഫോം അല്ല, മറിച്ച് നമുക്ക് കാർട്ടീഷ്യൻ ഫോം ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുമ്പോൾ r1 എന്ന് പറയുന്നത് x1 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 by b ഈക്വൽ ടു z മൈനസ് z1 by c എന്ന് പറഞ്ഞിട്ട് കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. രണ്ട് ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന ഇതാണല്ലോ എന്തെന്ന് പറയുന്നത് പാരലൽ വെക്ടേഴ്സിന്റെ കമ്പോണൻസ്. ആ കമ്പോണൻസിനെ നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാർട്ടീഷ്യൻ ഫോമിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്ത് കൊടുക്കാം. അതല്ല ഇനി അത് മടിയിലോനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ എ ബി സി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ ആണ്. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ജസ്റ്റ് ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻ r is equal to 3i പ്ലസ് എന്താണ് 3i പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു i പ്ലസ് 2j പ്ലസ് 2k. അതേപോലെ തന്നെ രണ്ടാമത്തേത് എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് r is equal to r1 എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്, r2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. r2 എന്ന് പറയുന്നത് 5i മൈനസ് 2j പ്ലസ് mu ഇൻറ്റു 3i പ്ലസ് 2j പ്ലസ് 6k ആണ്. ഓക്കെ, ഇത് തന്നിട്ടുള്ളത് വെക്ടർ ഫോമിലാണ്. നമുക്ക് വെക്ടർ ഫോമിലാണ് നമുക്ക് ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത്. വെക്ടർ ഫോമിൽ തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? ആംഗിൾ കണ്ടുപിടിക്കാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാ ചെയ്യാം? ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1ന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു b2ന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ എന്ത് കിട്ടാം? ഇക്വേഷൻ കിട്ടും. ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാ ചെയ്യാം. തീറ്റ ഈക്വൽ ടു എന്താണ്? തീറ്റ ഈക്വൽ ടു b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1ന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു b2ന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ b1 നമുക്ക് തന്നിട്ടുണ്ട്. b1 b2 ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? b1 ക്രോസ് b1 ഡോട്ട് b2 ആണ്. b1 ഡോട്ട് b2 ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാം? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ കമ്പോണൻസിന് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ജെന്റെ കമ്പോണൻസിന് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് കെന്റെ കമ്പോണൻസിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 6 എന്ന് കിട്ടും. അതായത് ആൻസർ നമുക്ക് 19 എന്ന് കിട്ടും. അതേപോലെ തന്നെ താഴെ b1ന്റെയും b2ന്റെയും മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ പറഞ്ഞു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഓക്കെ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താ? 1 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് റൂട്ട് 9. അതേപോലെ തന്നെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, അതേപോലെ 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. എല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് 49 എന്ന് കിട്ടും. അതിന് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ ഇതാ, റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു 3 എന്താണ്? 21 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഈക്വൽ ടു കേട്ടോ. കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് 19/21 എന്ന് കിട്ടും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് 19/21 എന്ന് കിട്ടും. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ് x പ്ലസ് 3/3 ഈക്വൽ ടു 5 മൈനസ് 1. 5 മൈനസ് 1 5 മൈനസ് 1 അല്ല കേട്ടോ, സോറി, y മൈനസ് 1 ആണ്. ഇത് മാറിപ്പോയതാണ്. 5 മൈനസ് 1 ആണ്.
ഇവിടെ y ആണ്. ഇനി z plus 3/4 അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x plus 1/1 equal to y minus 4/1 അതേപോലെ z minus 5/2 എന്ന് കിട്ടിയിട്ട് രണ്ട് ഇക്വേഷൻ തന്നിട്ടുള്ളത് കാർട്ടീഷ്യൻ ഫോമിലാണ്. കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു ഇക്വേഷൻ? cos theta is equal to magnitude of a1 a2 plus b1 b2 plus c1 c2 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ ഇൻറ്റു റൂട്ട് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ a2ഉം b2ഉം a1ഉം b1ഉം c1ഉം b2 ഒക്കെ എന്താണ്? ഓക്കെ, a1 b1 c1 എന്ന് പറയുന്നത് 3 5 4ഉം അതേപോലെ തന്നെ a2 b2 c2 എന്ന് പറയുന്നത് 1 1 2ഉമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, cos theta is equal to a1 into a2 plus b1 into b2 plus c1 into c2 ആണ്. ഇവിടുത്തെ a1 എന്താണ്? 3 ആണ്. a2 എന്ന് പറയുന്നത് 1 ആണ്. b1 b2 എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ c1 c2 4 into 2 ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 into 1 3 ആണ്. 5 into 1 5 ആണ്. അതേപോലെ തന്നെ 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. 8 plus 5 plus 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് a1 സ്ക്വയർ a1 സ്ക്വയർ അതായത് 3 സ്ക്വയർ 5 b1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ c1 സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. അതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 15 ആകും. ഇവിടെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 6 ആയിട്ട് വരും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ ചെയ്താൽ മതി? റൂട്ട് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 15 ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 16 റൂട്ട് 15 ഇൻറ്റു എന്താണ് റൂട്ട് 15 നമുക്ക് എങ്ങനെ റൂട്ട് 15 നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ 25 ഇൻറ്റു 2 ചെയ്താൽ മതി. 25 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അപ്പൊ 25ന് റൂട്ട് ഉണ്ടല്ലോ, 25ന്റെ റൂട്ട് എന്താ? 5 ഇൻറ്റു റൂട്ട് 2 5 റൂട്ട് 2 വന്നിട്ട്. ഇനിയോ റൂട്ട് 6നെ നമുക്ക് എങ്ങനെ തിരിക്കാൻ പറ്റും? റൂട്ട് 6ന് നമുക്ക് റൂട്ട് 6 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാമല്ലോ. റൂട്ട് 3 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 16 ബൈ റൂട്ട് 2 റൂട്ട് 3 ആയിട്ട് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് 16 ബൈ 5 ഇൻറ്റു 2 എന്നാവും. 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10 ആവും. 10 ഇൻറ്റു റൂട്ട് 3 എന്നാവും. 10ഉം 16 നമുക്ക് 2 വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. 8/5 എന്നായിരിക്കും. ദാറ്റ് ഈസ് ദി ആൻസർ. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് എന്ത്? കോസ് തീറ്റ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്താണ്? 8/5√3 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടിയത്. സിംപ്ലിഫൈ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുവരെ ചെയ്താലും മതി. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സിംപ്ലിഫൈ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താണ് 15 നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ 15 സ്പ്ലിറ്റ് ചെയ്തു. 25 ഇൻറ്റു 2 ആക്കി. 25ന്റെ റൂട്ട് പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് 5 റൂട്ട് 2 കിട്ടി. ഈ 6നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് കിട്ടി. റൂട്ട് 2ഉം കൂടി 2 ആകും. അപ്പോൾ 2ഉം മുകളിലുള്ള 16ഉം കൂടി കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8/5 റൂട്ട് 3 കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഫോമിലാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്. 1 minus x/3 1 minus x/3 equal to 7 minus 14/2p equal to z minus 3/2 എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട് കൂടെ. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്? റൈറ്റ് ആംഗിൾസ് ആണെന്ന് പറഞ്ഞിട്ട്. റൈറ്റ് ആംഗിൾസ് ആണ്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. റൈറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? കോസ് 90 എന്ന് കിട്ടും. കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത്
ഇവയുടെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശരിക്കും ആ ഇക്വേഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഫോമിന്റെ ഇക്വേഷൻ ആണോ ആ തന്നിട്ടുള്ളത്? അല്ല. എങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത്? നമ്മുടെ ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു y മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു z മൈനസ് z വൺ ബൈ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫോമിലല്ല ആ ഇക്വേഷൻ കിടക്കുന്നത്. നമ്മൾ ആദ്യം അതിനെ ആ ഒരു ഫോമിലേക്ക് മാറ്റണം. എങ്ങനെയാണെന്ന് നമ്മൾ മാറ്റി കൊടുക്കാം? നമുക്ക് നോക്കി നോക്കാം. ഈ 1 മൈനസ് എക്സ് ബൈ 3 എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ് മൈനസ് എന്നുള്ള ഒരു ഫോമിലേക്ക് മാറ്റും. അതിനായിട്ട് നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുക്കും. എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് പ്ലസ് 1/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് എക്സ് ആണ് വേണ്ടത്, മൈനസ് എക്സ് വേണ്ട. അപ്പൊ നമ്മൾ മൈനസ് എക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു മൈനസ് വണ്ണും കൊണ്ട് ഇൻറ്റു ചെയ്യും. മൈനസ് വൺ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് വണ്ണിനെ ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഇൻറ്റു ചെയ്യണം. എന്ത് ചെയ്യണം? താഴെ മേലെ ഇൻറ്റു ചെയ്യണം. താഴെ മേലെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൺ കിട്ടും. എക്സ് മൈനസ് വൺ മൈനസ് 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ 7y മൈനസ് 4 7y മൈനസ് 14/2p എന്നുള്ളത് നമ്മൾ സിംഗിൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ 7 നമ്മൾ പുറത്തെടുക്കും. ഈ 7 പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിന് 7 പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് y മൈനസ് 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2p എന്നുണ്ടാവും. ഈ 7 അങ്ങോട്ടേക്ക് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ 7 പോയിട്ട് ബൈ 7 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് b ആയിട്ട് കിട്ടുന്നത് 2p മൈനസ് 7 ആയിരിക്കും. അതേപോലെ തന്നെ z മൈനസ് 3/2 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ അവിടെ നമുക്ക് 7 മൈനസ് 7x എന്നൊക്കെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം? ഈ 7 പുറത്തെടുക്കും. 7 പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് എക്സ് ബൈ 3p എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എന്നുള്ള ഫോമിലേക്കാണല്ലോ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ചുവിടുമ്പോൾ മൈനസ് എന്ന് വരും. അതായത് 7 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3p എന്ന് വരും. ഇനി 7 പുറത്തേക്ക് കൊടുക്കുമ്പോൾ താഴേക്ക് നമ്മൾ കൊടുക്കും. 7 താഴേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ 7 പോയിട്ട് താഴെ ഒരു 7 വരും. ഇനി നമുക്ക് ഇവിടെ മൈനസ് വേണ്ട. ഈ മൈനസ് ഈ എക്സിന് മൈനസ് വേണ്ട. ഈ എക്സിന്റെ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ മൈനസ് വൺ കൊണ്ട് ഇൻറ്റു ചെയ്യും. മൈനസ് വൺ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് 1/3p/7 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലായല്ലോ. ഇനി y മൈനസ് 5/1 അത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 6 മൈനസ് z എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് z മൈനസ് 6 എന്നാക്കണം. z മൈനസ് 6 എന്നാക്കണമെന്നുണ്ടെങ്കിൽ z പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് z പ്ലസ് 6/-5 എന്നായിരിക്കും വരാം. നമുക്ക് മൈനസ് z വേണ്ട, വെറും z മതി. ആ വെറും z ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ഇൻറ്റു മൈനസ് 1 ചെയ്യും. ഇൻറ്റു മൈനസ് 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് z നെ നമ്മൾ മൈനസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് z എന്ന് കിട്ടും, പ്ലസ് z എന്ന് കിട്ടും. ഇനി 6നെ നമ്മൾ മൈനസ് 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് 6 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ മൈനസ് 5നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഓക്കെ, നിങ്ങൾ നോക്കിയേ, നമ്മളുടെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 0 ആണ് തന്നിട്ടുണ്ട്. അതായത് കോസ് തീറ്റ 0 ആണ്. തീറ്റ അല്ല, സോറി, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോസ് തീറ്റ അഥവാ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അതായത് കോസ് 90 0 ആണ്. അതായത് കോസ് തീറ്റ 0 ആണെന്ന് പറയുമ്പോൾ ഒരിക്കലും ഡിനോമിനേറ്ററിലുള്ള സാധനം ഒരിക്കലും 0 ആകൂല. അങ്ങനെ ഒരു വരൂല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ആണ് ഇവിടെ 0 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ a1 a2 ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. a1 a2 ഒക്കെ ഏതാണ്? a1 a2 ഒക്കെ ഏതാ? a1 ഇതാ കിടക്കണം -3. അതേപോലെ തന്നെ b1 ഇതാ 2p - 7. ഇത് c1 ആണ്. അതുപോലെ c2 ഉണ്ട്, സോറി a2 ഉണ്ട്, b2 ഉണ്ട്, അതുപോലെ c2 ഉണ്ട്. ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് കൊടുക്കാമല്ലോ. എങ്ങനെ ചെയ്യാം? ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? a1 a2 plus b1 b2 plus c1 c2 a1 a2 plus b1 b2 plus c1 c2 ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -3 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ +9 ആകും. +9p/7. അതേപോലെ തന്നെ പ്ലസ് 2p/7 എന്നുണ്ടാകും. ഇൻറ്റു 1 ആകുമ്പോൾ അതൊന്നും നോക്കണ്ട, 2p/7 തന്നെയാണ്. ഇനി 2 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9
9p/7 plus 2p/7 minus 10 equal to 0 എന്ന് കിട്ടും. ഈ 10 നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കും, 10 അപ്പുറത്തേക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പ്ലസ് ചെയ്തും അപ്പം നമുക്ക് എന്ത് കിട്ടും? 9p plus 2p divided by 7 equal to 10 എന്ന് കിട്ടും. ഇനി ഈ 7 നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ 7 എന്ത് ചെയ്യും? ഇവിടെ പോയി ഇൻറ്റു ചെയ്യും, ഇൻറ്റു 7 ആകും, അതായത് 17 കിട്ടും. 11p is equal to 17 കിട്ടും. p is equal to 11 നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കും, അതായത് 17/11 കിട്ടും. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, പി അല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേ, നമ്മൾ പി കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റൻ ആണിത്. പാരലൽ ഓർ കൊളീനിയർ ലൈൻസ് ആണെങ്കിൽ അപ്പോൾ അവരുടെ ഒരു കണ്ടീഷനാണ് നോക്കാൻ പോകുന്നത്. ഈ നമുക്ക് തന്നിട്ടുള്ളത് പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് തീറ്റ എന്തായിരിക്കും? കോസ് 90 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആ കണ്ടീഷനിൽ വരുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അവരുടെ ബി വെക്ടറിന്റെ കമ്പോണൻസിന്റെ സ്കെയിലർ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കേട്ടോ. ഇനി പാരലൽ ഓർ കൊളീനിയർ ലൈൻസിന്റെ പ്രത്യേകത, പാരലൽ ഓർ കൊളീനിയർ ലൈൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ പാരലൽ ലൈൻസിന്റെ അതായത് a1/a2 is equal to b1/b2 is equal to c1/c2 ആയിരിക്കും. അതായത് ഇവരുടെയൊക്കെ റേഷ്യോ എന്ന് പറയുന്നത്, അവരുടെ സ്കെയിലർ കോമ്പോണൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നോക്കാം. എന്താണ്, നമുക്ക് ഒരു 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് a1i പ്ലസ് b1j പ്ലസ് c1kയും L2 എന്ന് പറയുന്നത് a2i പ്ലസ് b2j പ്ലസ് c2kയും ആണെങ്കിൽ പാരലൽ ഓർ കൊളീനിയർ ലൈൻസ്. പാരലൽ ലൈൻസ് എന്താണെന്ന് നമുക്കറിയാം. കൊളീനിയർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ വരുന്ന ഇപ്പോൾ ഒറ്റ ലൈനിൽ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഈ പോയിന്റ് എന്തായിരിക്കും? L1ഉം ഈ പോയിന്റ് L2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളീനിയർ ലൈൻസ് എന്ന് പറയുന്നത്. ഈ L1ഉം L2ഉം ഒരേ പോയിന്റിലാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ കൊളീനിയർ ലൈൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സ്കെയിലർ കമ്പോണൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്തിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റത്തെ പോർഷൻ ആണ്. ദാറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ 2 ടൈപ്പ്. ഒന്നാമത്തത് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും രണ്ടാമത്തത് പാരലൽ ആയിട്ടുള്ള ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റത് നോക്കാം. സ്ക്യൂ ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ വേണമെന്നില്ല, അത്രേ ഉള്ളൂ. ഒരു 2 ലൈൻസ് എന്ന് കൺസിഡർ ചെയ്യാം. 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. എന്നാൽ അവർ പാരലലും ആയിരിക്കില്ല, എന്നാൽ കൂട്ടിമുട്ടില്ല. നമ്മളൊരു 2D സ്പേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ 2 ലൈൻസ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവ പാരലലും അല്ല, എന്നാൽ കൂട്ടിമുട്ടുന്നില്ല, ആ ഒരു കണ്ടീഷൻ ഒരിക്കലും വരില്ല. ഓക്കെ, പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ മാത്രമേ അവ നേരെ പോകുള്ളൂ. നേരെ മറിച്ച് പാരലൽ അല്ലാത്ത 2 ലൈൻസ് ആണെങ്കിൽ അവ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തായാലും എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇൻഫിനിറ്റി പോയിട്ട് എന്തായാലും കൂട്ടും. പക്ഷെ ഇവിടെ നമ്മൾ 3Dയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തില്ല? 3Dയിൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് കൂട്ടിമുട്ടാത്ത പാരലൽ അല്ലാത്ത ലൈൻസിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്മൾ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഒരു ക്യൂബ്, ഇതൊരു 3D സ്പേസ് ആണ് കേട്ടോ. ക്യൂബ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീനിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്യൂബ് എടുത്തത്. ഓക്കെ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു. ഈ ക്യൂബിന്റെ മുകളിലൂടെ ഞാനൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം. ഈ ക്യൂബിന്റെ മുകളിലൂടെ ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഈ ക്യൂബിന്റെ ഉള്ളിലൂടെ ഞാൻ അപ്പുറത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ് വിചാരിച്ചു. ഓക്കെ, ക്യൂബിന്റെ ഉള്ളിലൂടെ ഞാൻ അപ്പുറത്തേക്ക് ഒരു ലൈൻ വരച്ചു. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ തന്നെ മതി. ഓക്കെ, അപ്പൊ ഒരു ലൈൻ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂബിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് തുറച്ച് പോകുക ചെയ്യുന്നത്. നേരെയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഇതിൽ നേരെ വരച്ച് തരാൻ പറ്റാത്തത് കൊണ്ടാണ് നേരെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും എന്തില്ല, ഇവ ഒരിക്കലും കൂട്ടിമുട്ടാൻ പോകുന്നില്ല. എന്നാലോ ഇവ പാരലൽ ലൈൻസും അല്ല. പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ പോകണ്ടടാ, ഇത് നേരെയല്ലോ പോണത്. ഒരാൾ ഇങ്ങനെയാണ് പോണത്, ഒരാൾ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത്.
അപ്പോൾ ഇതൊരിക്കലും എന്തെങ്കിലും കൂട്ടിമുട്ടില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു ടേബിളാണെന്ന് വിചാരിച്ചോ. ഒന്നുകൂടെ ഇതാ, ഇതൊരു ടേബിളാണെന്ന് വിചാരിച്ചു. ഈ ടേബിളിൽ 4 കാര്യമുണ്ട്. അപ്പം ഈ ടേബിളിന്റെ മുകളിലൂടെ ഒരു ലൈൻ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഈ ടേബിളിന്റെ മുകളിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാലുകളെ തുളച്ചുകൊണ്ടൊരു ലൈൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, കാലുകളെ തുളച്ചുകൊണ്ടൊരു ലൈൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ലൈൻസ് രണ്ടും പാരലൽ ആണോ? അല്ല. ഇതൊരിക്കലും കൂട്ടിമുട്ടോ? ഇല്ല, കൂട്ടിമുട്ടില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. ഈ ലൈൻ ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്, ഇത് ഇതിന്റെ പുറത്തു കൂടെ പോകുന്നത്. അപ്പൊ 3D സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്യൂ ലൈൻസ് ഉണ്ടാവും. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ കൂട്ടിമുട്ടില്ല, പാരലൽ ആകില്ല. അപ്പോൾ ഇനി ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ പറയുന്ന സാധനമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് എന്ന് പറയുന്നത് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഓക്കെ, എങ്ങനെയാണ്? സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? B1 ക്രോസ് B2 ഡോട്ട് E2 മൈനസ് A1 ഡിവൈഡഡ് ബൈ B1 ക്രോസ് B2ന്റെ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്യൂ ലൈൻസ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പാരലൽ ലൈൻസ് ആണെങ്കിൽ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ B1ഉം B2ഉം സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? ഒരു രണ്ട് വെക്ടർ ഫോം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R is equal to A1 ലാംഡ B1, അതേപോലെ തന്നെ R2 is equal to E2 പ്ലസ് ലാംഡ B2 ആണെങ്കിൽ ഈ B1ഉം B2 ആണ് നമ്മൾ ഈ പറയുന്ന ഈ സാധനം. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ B1ഉം B2ഉം ഈക്വൽ ആയിരിക്കും. ഇവിടെ B1ഉം B2ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? D is equal to magnitude of B vector cross B2 minus A1 divided by magnitude of B ചെയ്യുന്നത്. ഇനി സ്ക്യൂ ലൈൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ B1ഉം B2ഉം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ D is equal to magnitude of B1 cross B2 dot E2 minus A1 divided by magnitude of B1 cross B2 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ I plus j into 2i minus, അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ 2i plus j minus k plus mu into 3i minus 5j plus 2k ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? That is D is equal to magnitude of B1 cross B2 dot E2 minus A1 divided by B1 cross B2ന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ്. അപ്പൊ നമ്മൾ ആദ്യം B1 cross B2 കണ്ടുപിടിക്കാം. B1 cross B2 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ വെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? B1 cross B2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ B1 ഏതാ? ഇവിടുത്തെ എന്ന് പറയുന്നത് 2i minus j minus k ആണ്. അതേപോലെ തന്നെ B2 എന്ന് പറയുന്നത് 3i minus 5j plus k ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? I j k നമ്മൾ ഡിറ്റർമിനൻസ് ഒക്കെ ചെയ്യില്ലടാ, അതേപോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ B1 ഇതാണ്, അതേപോലെ തന്നെ B2 ഇതാണ്. അങ്ങനെയാണെങ്കിൽ B1ന്റെ കമ്പോണൻസ് നമുക്ക് ആദ്യം എഴുതാം. 2 minus 1 minus 1, അതേപോലെ തന്നെ B2ൻ്റെത് 3 minus 5 2 ആണ്. ഇനി നമ്മൾ ഡിറ്റർമിനൻസ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് I into ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? I into B1 cross B2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം I j k എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്നത് പോലെ
ഐ ഐ ഐ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഐ വരുന്ന ആ ഒരു റോയും കോളും കൊത്തിപ്പിടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B1 ക്രോസ് B2 കണ്ടുപിടിക്കാൻ പറ്റും. ഇനി A2 മൈനസ് A1 കണ്ടുപിടിക്കാൻ പറ്റും. A2 മൈനസ് A1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അതായത് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ A2 മൈനസ് A1 എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് ഇയാളാണ്, A2 എന്ന് പറയുന്നത് ഇയാളാണ്. അപ്പൊ അതിന്റെ കമ്പോണൻസ് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ 1ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് J മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ വരുന്നത് മൈനസ് കെ ആണ്. ഇവിടെ മൈനസ് കെ ഇല്ലാത്തത് കാരണം -1 തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് A2 മൈനസ് A1 എന്ന് പറയുന്നത് 1 മൈനസ് കെ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 1 മൈനസ് കെ എന്ന് പറയുന്നത് I മൈനസ് കെ ആണ്. ഓക്കെ, ഇനി B1 ക്രോസ് B2 ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ ആണ് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ A1 നിന്ന് A2 തന്നിട്ടുണ്ട്, B1 B2 ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ B1 ക്രോസ് B2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3i മൈനസ് J മൈനസ് 7k എന്ന് കിട്ടി. അതേപോലെ തന്നെ B1 ക്രോസ് B2ന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടു. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിലുള്ള സ്കെയിലർ കമ്പോണൻസിന്റെ ഒക്കെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 59 എന്ന് കിട്ടും. അതുപോലെ തന്നെ A2 മൈനസ് A1 കണ്ടുപിടിക്കണം. A2 മൈനസ് A1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് A2ൽ നിന്നുള്ള കമ്പോണൻസ് A1ൽ നിന്ന് A2ൽ നിന്ന് A1നെ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. കമ്പോണൻസ് മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? A2 മൈനസ് A1 കിട്ടും. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് B1 ക്രോസ് B2 നമ്മൾ A2 മൈനസ് A1 കൊണ്ട് ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഡോട്ട് പ്രൊഡക്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ 3 ഇൻറ്റു 1 പ്ലസ് 2 ജെക്ക് നമുക്ക് ഇവിടെ ഒരു എന്താണ് രണ്ടാമത്തെ നമ്മുടെ വെക്ടറിൽ നമുക്ക് എന്തില്ല, ജെക്ക് കമ്പോണന്റ് ഇല്ലാത്ത, അതായത് ജെന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അപ്പൊ J ഇൻറ്റു J 0 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് -7 ഇൻറ്റു മൈനസ് കെ ആണ്. നമുക്ക് പ്ലസ് കെ എന്ന് കിട്ടും. ക്ലാസ് തീരാറായിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ, അതുകൂടി കഴിഞ്ഞാൽ തീരെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ഇൻറ്റു 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 തന്നെ കിട്ടും. J ഇൻറ്റു 0 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. അതേപോലെ തന്നെ -7 ഇൻറ്റു -1 ചെയ്യുന്ന സമയത്ത് നമുക്ക് +1 എന്ന് കിട്ടും. അതായത് 3 + 7 എന്ന് കിട്ടും. 3 + 7 എന്ന് പറയുന്നത് 10 ആണ്. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂട്ട് 59 ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 10/√59 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്ത് നോക്കാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പക്കാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ്. രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസിന്റെ ഇക്വേഷനിൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലുള്ള B1ഉം B2ഉം ഈക്വൽ ആണ്. അതായത് ഈ രണ്ട് ലൈൻസും എന്താണ്? പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. പാരലൽ ആയിട്ടുള്ള ലൈൻസിന് B1ഉം B2ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? അങ്ങനെ വരുന്ന ലൈൻസ് പാരലൽ ആവുന്ന സമയത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് D is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? A2 മൈനസ് A1 നമുക്ക് കണ്ടുപിടിക്കാം. A2 മൈനസ് A1 എന്ന് പറയുന്നത് 2i പ്ലസ് J മൈനസ് K ആണ്. അത് നിങ്ങൾ ഇക്വേഷനിൽ നിങ്ങൾ നോക്കി ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. A2 മൈനസ് A1 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലുള്ള A2ൽ നിന്ന് ഇതാണ് നമ്മുടെ A2 എന്ന് പറയുന്നത് ആരാ? A2 എന്ന് പറയുന്നത് ഇയാളാണ്. A1 എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളിൽ നിന്ന് ഇയാളെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ A2 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കിട്ടിയിട്ടുള്ള വെക്ടർ, A2 മൈനസ് A1 ചെയ്ത് കിട്ടിയിട്ടുള്ള വെക്ടറിനെ നമുക്ക് B വെക്ടറുമായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വെക്ടറിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡിറ്റർമിനൻസ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അത് വെക്ടർ എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ ഉടനെ നമ്മൾ എടുക്കും. ആ സമയത്ത് ഞാൻ വിശദീകരിച്ച് എടുത്തു തരുന്നുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്നത് പോലെ നമ്മുടെ A2 മൈനസ് A1നെയും ബിനെയും നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ എഴുതി കൊടുക്കുക. എന്നിട്ട് I ഇൻഡ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐന്റെ റോയും കോളവും മാറ്റി വെച്ചിട്ട് മറ്റേ നമ്മൾ എന്ത് ചെയ്യാം? ബാക്കി 4 കമ്പോണൻസിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. അതേപോലെ ജെയും കെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം?
B1 A2 മൈനസ് A1 നമുക്ക് കിട്ടും. ഇനി അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഈ എന്തെന്ന് പറയുന്നത് മൈനസ് 9i plus 14j minus 4k എന്ന് പറയുന്നത്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ കമ്പോണൻസിനെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്താ ആൻസർ കിട്ടും? √293 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്റെ സ്കെയിലർ കമ്പോണൻസിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുത്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? √49 കിട്ടും. √49 എന്ന് പറയുന്നത് എന്താണ്? 7 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ d is equal to root of 293 ഡിവൈഡഡ് ബൈ 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഈ വലിയ മോഡ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് നമുക്ക് വരില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു മോഡ് ഇടുന്നത്. ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് രണ്ട് രീതിയിലാണ് നമ്മൾ കാണാന്ന് പറഞ്ഞു. പാരലൽ ആയിട്ടുള്ള ലൈൻസിനുണ്ട്, സ്ക്യൂ ലൈൻസിനുണ്ട്. സ്ക്യൂ ലൈൻസിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഓക്കെ, തീർന്നിട്ടോ? ക്ലാസ് തീർന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? 2-3 പ്രാവശ്യം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും വേഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. നമ്മുടെ നോട്ട് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് എത്രത്തോളം തവണ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അതുവരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഇത് എനിക്ക് അറിയാലോ എന്ന് തോന്നും, പക്ഷെ പകുതി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി സ്റ്റക്ക് ആയി പോകും. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് 2-3 പ്രാവശ്യം നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ടാണ് എക്സാം തരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.